ഇതാ സഖത്തു സതസ്ഖുതു മഇ എന്നാണ്. ഇഫ് ഐ ഫാൾ യു വിൽ ഫാൾ വിത്ത് മീ. പാം ജുമൈർ അറ്റാക്ക് ചെയ്യപ്പെടുന്നു, അല്ല ബുർജുൽ അറബ് അറ്റാക്ക് ചെയ്യപ്പെടുന്നു. എന്തിനാണത്? അത് ഏതെങ്കിലും ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷൻ ആണോ? അപ്പോൾ ബുർജുൽ അറബ് എന്ന് പറയുന്നത് ഐക്കോൺ, ദുബായിയുടെ ഐക്കോണാണ്. അവിടെ അത് തകർക്കുന്നില്ല, ചുമ്മാ ഒരു ഡ്രോൺ അവിടേക്ക് പോവുകയാണ്. എന്താണ് ബുർജുൽ അറബ് എന്ന് പറഞ്ഞാൽ പഴയ ബുർജുൽ അറബ് അല്ല, ദുബായ് എന്ന് പറഞ്ഞാൽ പഴയ ദുബായ് അല്ല, അത് സേഫ് ഹെവൻ അല്ല, അതൊരു സേഫ് ഒയാസിസ് അല്ല എന്നൊരു സന്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തിനാണ് ഇറാൻ അത് ചെയ്യുന്നതിനെക്കുറിച്ച് ഇറാൻ്റെ IRGCയുടെ കമാൻഡർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഇതാ സഖത്തു സതസ്ഖുതു മഇ എന്നാണ്. ഇഫ് ഐ ഫാൾ യു വിൽ ഫാൾ വിത്ത് മീ. ഞാനായിട്ട് വീഴാൻ പോകുന്നില്ല. ഇഫ് ഐ സിങ്ക് യു വിൽ സിങ്ക് വിത്ത് മീ. ഇതാണ് ഇറാൻ്റെ തിയറി, ബേസിക്. ഈ പറയുന്ന ഇപ്പം നടക്കുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ബേസിക് തിയറി എന്ന് പറയുന്നത്. യു ആർ ആസ്കിങ് അബൌട്ട്, യു ആർ ടോക്കിംഗ് അബൌട്ട് റെജീം കൊളാപ്സ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് റീജിയൻ കൊളാപ്സ് എന്നാണ്. നിങ്ങൾക്ക് റെജീം കൊളാപ്സാണ് വേണ്ടതെങ്കിൽ സംഭവിച്ചേക്കാം, പക്ഷെ അത് മാത്രമായി സംഭവിക്കില്ല. എന്താണ് സംഭവിക്കുക? ഈ മേഖല തന്നെ പൊളിയും. അങ്ങനെ പൊളിഞ്ഞുകൊണ്ടേ ഇത് നടക്കത്തുള്ളൂ എന്നുള്ളതാണ് ഇറാൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ എന്തിനാണ് ഈ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ ചോദ്യം ചോദിക്കുന്ന അവർക്ക് ആ ഒരു നിഷ്കളങ്കതയിൽ കാര്യമുണ്ട്. അത് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊക്കെയുള്ള എല്ലാ സംഗതിയിലുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് ഇതിനൊരു ഒരു എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ ആൻസറുണ്ട്. എന്താണ്? വിതൗട്ട് എനി റീസൺ വി ആർ ബീങ് അറ്റാക്ഡ്. ഈ ആക്രമണത്തിൽ ഒരു കോണ്ടക്സ്റ്റ് ആലോചിച്ച് നോക്കൂ. തീർത്തും നീതിരഹിതമായ ഒരു കാര്യത്തിൻ്റെ മേൽ ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. എന്ത്? നിങ്ങൾ എൻറിച്ച്മെൻറ്റ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എൻറിച്ച്മെൻറ്റ് നടത്താൻ പാടില്ല എന്ന് പറയാൻ എന്ത് അവകാശം എന്ന ചോദ്യം അവിടെ ഉണ്ട്. പക്ഷേ ആ ചോദ്യം ചോദിക്കുന്നു. എന്നാൽ ഓക്കെ, നമുക്ക് ചർച്ചയാകാം. ഇറാൻ ചർച്ചയ്ക്ക് വരുന്നു. എന്നിട്ട് അവർ സാധാരണഗതിയിൽ അഭിമാനമുള്ള ഒരു രാജ്യവും രാജ്യത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത വ്യവസ്ഥകൾ അവർ അംഗീകരിക്കുന്നു. എൻറിച്ച്മെൻറ്റ് 60% നിന്ന് നമുക്ക് എന്താക്കാം, 3.5 ചുരുക്കാം. ഇനി ഉണ്ടാക്കാൻ പോകുന്ന പ്ലാന്റുകളുടെയൊക്കെ കോൺട്രാക്റ്റ് അണ്ണൻ്റെ കമ്പനിക്ക് തന്നേക്കാം പറയുകയാണ് ഇറാൻ. ആ ചർച്ച നടന്ന് അവർ തിരിച്ചെത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ജനീവയിൽ നിന്ന് ഇറാൻ തിരിച്ചെത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല. അതിന് മുമ്പ് എന്ത് സംഭവിക്കുകയാണ്? ആക്രമണം നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ചർച്ച നടക്കുന്നതിനിടയിൽ ആക്രമണത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയെന്നുള്ളത്.